വയനാട് താളൂരിൽ റോഡ് ക്രോസ് ചെയ്യുന്നതിനിടെ അമ്മയെയും മകളെയും കാറിടിച്ചു. ചുള്ളിയോട് സ്വദേശി ദീപ, അനാമിക ഷാജി എന്നിവർക്ക് പരിക്കേറ്റു. ഇന്നലെ നടന്ന അപകടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. ആഷിക്ക്, ഈ അപകടത്തിൽപ്പെട്ടവരുടെ ആരോഗ്യനില സംബന്ധിച്ച് എന്തൊക്കെ വിവരങ്ങളാണ് ലഭിക്കുന്നത്? വിശദാംശങ്ങൾ. അഖില, ഇന്നലെ രാത്രിയായിരുന്നു ഈ സംഭവം. ഇവർ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്ന പോലെ ആദ്യഘട്ടത്തിൽ KSRTCയിൽ ഇറങ്ങി വീട്ടിലേക്ക് പോവുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. താളൂരിൽ വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് റോഡ് ക്രോസ് ചെയ്യുന്നതിനിടെ വാഹനം ഇടിക്കുന്നത്. ഇവർ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ആദ്യഘട്ടത്തിൽ എതിരെ വരുന്ന, അതായത് വലതുവശത്ത് കൂടി വരുന്ന ഒരു കാറിനെ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അതിന്റെ ലൈറ്റ് എല്ലാം അവർ നോക്കിയാണ് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യുന്നത്. പക്ഷേ ഇടതുവശത്ത് നിന്ന് വന്ന വാഹനമാണ് അവർ ശ്രദ്ധിക്കാതെ പോയത്. തുടർന്നാണ് ഇരുവരെയും വാഹനം ഇടിച്ചത്. ചുള്ളിയോട് സ്വദേശിയായ ദീപ, അനാമിക ഷാജി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവർക്ക് പരിക്കൽ ഗുരുതരമാണെന്നാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ മനസ്സിലാക്കുന്നത്. കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ഈ രണ്ടുപേരെയും പ്രവേശിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഈ രാത്രിയിലാണ് സംഭവം. അതാണ് ഇത്തരത്തിൽ വാഹനം മനസ്സിലാക്കാതിരിക്കാൻ കാരണം എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം എതിരെ നിന്ന് വന്ന വാഹനം ശ്രദ്ധിച്ചു റോഡ് ക്രോസ് ചെയ്യുന്നതിന്റെ ഇടെയാണ് ഓപ്പോസിറ്റ് വന്ന മറ്റൊരു വാഹനം ഇടിച്ച് ഇവർക്കും ഗുരുതരമായി പരിക്കേൽക്കുന്നത്. എന്തായാലും രണ്ടുപേരെയും ഇപ്പോൾ കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അഖില, ആഷിക്ക്, ഇടിച്ചത് ആരാണെന്ന് സംബന്ധിച്ച വിവരങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ? അഖില, അത്തരത്തിൽ ലഭിച്ചിട്ടില്ല. ഈ അപകടം ഇന്നലെ രാത്രിയോടുകൂടി അപകട വിവരം ലഭിച്ചെങ്കിൽ പോലും ഇതിന്റെ തീവ്രത മനസ്സിലാകുന്നത് ഇന്ന് ഈ അല്പം സമയം മുമ്പ് ലഭിച്ച ഈ ദൃശ്യങ്ങളിൽ നിന്ന് മാത്രമാണ്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഇതിന്റെ ഒരു ഭീകരത മനസ്സിലാകുന്നത്. ഇന്നലെ അപകടത്തിൽ രണ്ടുപേരും പരിക്കേൽക്കുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കാര്യമെല്ലാം ഇന്നലെ പുറത്തു വന്നു. പക്ഷേ ഇത്തരത്തിൽ ഈ ദൃശ്യം പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇതിന്റെ ഒരു ഭീകരത, മറ്റൊരു വാഹനം ഇടിച്ചതാണെന്ന് മനസ്സിലാകുന്നത്. എന്തായാലും പോലീസ് നിലവിൽ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട്. കാരണം രാത്രി അതിനാൽ തന്നെ വാഹനത്തിന്റെ നമ്പർ വ്യക്തമല്ല. ഒരു കാറാണ്, ചുമന്ന കാറാണെന്നാണ് മനസ്സിലാക്കുന്നത്. ആ ഒരു കാർ ഇടിച്ചത് മാത്രമാണ് ദൃശ്യത്തിൽ മനസ്സിലാക്കുന്നത്. പോലീസും ഈ വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കാരണം ഇത്തരത്തിൽ വാഹനം ഇടിച്ചത് കൃത്യമായി അവർ ക്രോസ് ചെയ്യുന്നത് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ വാഹനം ഇടിക്കുന്നത് കൃത്യമായി ദൃശ്യത്തിൽ കാണുന്നതിൽ തന്നെ പോലീസ് നിലവിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആഷിഖ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്.